കുപ്രസിദ്ധ കുറ്റവാളി സുഹാസ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. നിരവധി കവർച്ചാ കേസുകളിലെ പ്രതിയായ തൃശൂർ സ്വദേശി സുൽത്താൻ ബത്തേരി പോലീസ് കസ്റ്റഡിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. തൃശൂരിൽ നിന്ന് പിടികൂടി കൊണ്ടുവരുന്ന വഴി കോഴിക്കോട് വെച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടത്. രാഹുൽ KV ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, കഴിഞ്ഞ ദിവസമാണ് ബത്തേരി കല്ലൂരിൽ വെച്ച് ഒരു ഇന്നോവ കാർ ആക്രമിച്ച ഒരു 8-അംഗ സംഘത്തിനെ കണ്ടെത്താനുള്ള വ്യാപക അന്വേഷണം പോലീസ് നടത്തിയിരുന്നത്. ആ സംഘത്തിലെ ഒരു അംഗമായിരുന്നല്ലോ ഈ സുഹാസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന വഴിയല്ലേ പോലീസ് ജീപ്പിൽ നിന്നും ഇയാൾ ചാടിപ്പോയത്? പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? അനശ്വര, സുൽത്താൻ ബത്തേരി പോലീസിനെ സംബന്ധിച്ച് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം തൃശ്ശൂരിൽ നിന്ന് പിടികൂടിയ ഒരു കേസിലെ പ്രതി, അതുതന്നെ നിരവധി മോഷണ കേസുകളിലെ, കവർച്ചാ കേസുകളിലെ, ആളുകളെ ആക്രമിച്ച സംഭവങ്ങളിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളാണ്. അയാളെ പോലീസ് വാഹനത്തിൽ കൊണ്ടുവരുന്ന വഴിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന കോവൂരിൽ വെച്ച് ഇയാൾ ചാടിപ്പോയതായി ബത്തേരി പോലീസ് പറയുന്നത്. തുടർന്ന് ഈ പ്രത്യേകം ഒരു കേസ് മെഡിക്കൽ കോളേജ് പോലീസ് എടുത്ത് അതിൽ അന്വേഷണം നടത്തി വരികയാണ്. ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സുഹാസ് എങ്ങോട്ട് പോയി എന്നതിൽ ഒരു വ്യക്തത പോലീസിന് ഉണ്ടായിട്ടില്ല. അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാളെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ വിവരം അറിയിക്കണമെന്ന് ബത്തേരി പോലീസും ഒപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മാസം 4-ാം തീയതിയാണ് ബത്തേരിയിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും നമ്മൾ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ബംഗളൂരുവിൽ നിന്ന് ഇന്നോവ വാഹനത്തിൽ കാറിൽ വരികയായിരുന്ന കോഴിക്കോട് സ്വദേശികളെയാണ് ദേശീയപാതയിൽ വെച്ച് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും പിന്നീട് ഈ കാർ തട്ടിയെടുത്ത് ഈ സംഘം പോവുകയും ചെയ്തിരുന്നത്. ഇതിൽ ഈ സംഘത്തെ സഹായിച്ച രാജൻ എന്നയാൾ 61 വയസ്സുകാരനാണ്. വയനാട് സ്വദേശിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് പോലീസ് നേരത്തെ നൽകിയ സൂചനകൾ പ്രകാരം ബംഗളൂരിൽ നിന്ന് ഈ കാറ് വരുന്നു, ഇതിൽ ഹവാല പണമടക്കം കൊണ്ടുവരുന്നുണ്ടോ എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഘം അവിടെ വഴിയരികിൽ കാത്തു നിൽക്കുകയും പിന്നീട് ഈ ആക്രമണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. കാറ് പിന്നീട് വയനാട്ടിൽ നിന്ന് തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ പ്രതിയെ പിടികൂടി പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ചാടിപ്പോയി എന്നതൊക്കെ വളരെ അത്രയും അങ്ങനെയൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. പോലീസ് പറയുന്നത് കോവിലിൽ വെച്ച് മൂത്രമൊഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് വാഹനം നിർത്തി ആ സമയത്ത് പോയി എന്നൊക്കെയാണ്. വിലങ്ങുണ്ടായിരുന്നത് കൂടി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം പുരോഗമിച്ചു വരുന്നു. പക്ഷെ നിലവിൽ സൂചനകളൊന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ പോലീസിനെ അറിയിക്കണം. പ്രത്യേകിച്ച് ബത്തേരി പോലീസിനൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനെ അറിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി, രാഹുൽ KV ആണ് വിശദാംശങ്ങൾ നൽകിയത്.